അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. നമ്മുടെ വീട്ടിൽ ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന അപ്പവും പീസ് കറിയും മുട്ടക്കറിയും അതേപോലെ പുട്ടും കടലക്കറിയും സാമ്പാർ ചോറ് തുടങ്ങി എന്തെല്ലാം ഉണ്ടോ അവയെക്കാളൊക്കെ നമുക്ക് കഴിക്കാൻ ഇഷ്ടം പുറത്തുപോയി അൽഫാമും ബ്രോസ്റ്റും അൽഫാം പെരിപരി അതേപോലെ എന്തെല്ലാം പേരുണ്ടോ മലബാർ സ്പൈസി എന്തൊക്കെ പേരുണ്ടോ അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളിച്ചോളുക. ആ വസ്തുക്കളൊക്കെയാണ് നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളത് ഏറ്റവും കൂടുതൽ കേട്ടോ. പക്ഷേ എന്നും നമ്മൾ ആ ഫുഡ് ഇങ്ങനെ കഴിച്ചു തുടങ്ങിയാൽ ഫാസ്റ്റ് ഫുഡ് എപ്പോഴും നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിക്കുമെന്നുള്ള കാര്യം പരിപൂർണമായും നമുക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ, എനിക്ക് ആടാനും പാടാനും തുള്ളാനും തകർക്കാനും വ്യഭിചരിക്കാനും കള്ളുകുടിക്കാനും സിനിമ കാണാനും ഒക്കെ എനിക്കിഷ്ടമാണ്. എനിക്കത് ആഗ്രഹമാണ്, എനിക്ക് താല്പര്യമാണ്. എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയാൽ എൻ്റെ ജീവിതം നശിക്കുക തന്നെ ചെയ്യും. എൻ്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും. എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിലോ സംസ്കാര സമ്പന്നരാകും, ധാർമ്മിക ബോധമുള്ളവരാകും, അന്യനോട് സ്നേഹമുള്ളവരാകും, കൂടെയുള്ളവരോട് കരുണയുള്ളവരാകും. അവിടെ ഈ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ വേർതിരിവില്ലാതെ എല്ലാവരെയും മനുഷ്യനായി കണ്ട് അവരുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ കണ്ണുനീരൊപ്പാനും അവരുമായി ബന്ധം ചേർക്കാൻ ഏതെല്ലാം അവസരങ്ങൾ ലഭിക്കുമോ അവയെല്ലാം നമ്മൾ പരിപൂർണമായി ഉപയോഗപ്പെടുത്തും. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുമ്പോൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഇസ്ലാമിലേക്ക് ആദ്യമായ ആളുകൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, കഷ്ടപ്പാടുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, മുമ്പത്തെ പോലെ സുഖമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം ഇസ്ലാമിലേക്ക് വന്നാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ആരോഗ്യം നശിക്കും, മറ്റുള്ളവർക്ക് ഭാരമായി നമ്മൾ മാറും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയ നമ്മുടെ ദുനിയാവും പോവും ആഖിറവും പോവും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.